അതിവേഗ പാത മുതൽ വിമാനത്താവളം വരെയും, കനാൽ മുതൽ ഖനനം വരെയും രാജ്യം ഓരോ കോണിലും വളരുന്നു. രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. വരൂ, തങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും രാജ്യത്തോടുള്ള കടമയാണെന്ന് തിരിച്ചറിയുന്ന ചിലരെ പരിചയപ്പെടാം. ഞാൻ സങ്കേത് കുൽക്കർണി, ഡിസൈൻ വിഭാഗത്തിൽ നിന്ന്. യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് എന്റെ ജോലി. ഈ യന്ത്രങ്ങളെ കൂടുതൽ വിശ്വസനീയമായതും സ്ഥിരതയുള്ളതും പരിസ്ഥിതി സൗഹൃദവുമാക്കുക എന്നതാണ് എന്റെ കടമ. അതിന് രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യാൻ കഴിയും. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കൂ. ഞാൻ മനീഷ് പാണ്ഡെ, സപ്ലൈ ചെയിൻ വിഭാഗത്തിൽ നിന്ന്. എന്റെ ചിന്ത വളരെ വ്യക്തമാണ്. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ വിജയം കൈവരിക്കും. യഥാർത്ഥ വിജയത്തിന്റെ ഒരു പ്രധാന ഭാഗം സ്വയം ആശ്രയിക്കലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 65% ഭാഗങ്ങൾ പ്രാദേശികമായി ഉറവിടമാക്കുന്നത്. വോക്കൽ ഫോർ ലോക്കൽ രാജ്യത്തെ ആഗോളതലത്തിലെത്തിക്കും. ഞാൻ അമൻ ഖത്തീഫ്, വെൽഡിംഗ് വിഭാഗത്തിൽ നിന്ന്. എന്റെ ജോലി വെൽഡിംഗ് ആണ്, അതായത് കൂട്ടിച്ചേർക്കുക. അത് ഇരുമ്പ് കഷ്ണങ്ങൾ ചേർക്കുന്നതാണെങ്കിലും ഞാൻ കാണുന്നത് പോലെ എന്റെ സ്വന്തം അധ്വാനവും രാജ്യത്തിന്റെ പുരോഗതിയും ചേർക്കുന്നതാണെങ്കിലും അത് ഒരു അഭേദ്യമായ ബന്ധമാണ്. ഞാൻ പൂജ കാംബ്ലെ, അസംബ്ലി ലൈനിൽ നിന്ന്. ഞാൻ വെറുതെ വ്യത്യസ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നുവെന്ന് കരുതുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ എന്റെ ചിന്ത അല്പം വ്യത്യസ്തമാണ്. ഞാൻ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ വ്യത്യസ്തമായ പ്രതീക്ഷകളാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത് എന്നാണ്. എല്ലാവരും ഒരുമിച്ചാൽ മാത്രമേ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കൂ. ഞാൻ സന്തോഷ് ഉഗ്രൻകർ, HR വകുപ്പിൽ നിന്ന്. HR എന്ന വാക്കിൽ നിന്ന് എന്റെ ജോലി പരിശീലനവുമായോ ശമ്പളവുമായോ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ആളുകൾ കരുതുന്നു. യഥാർത്ഥത്തിൽ ഫാക്ടറിയിലെ എല്ലാ ജീവനക്കാരെയും നന്നായി നോക്കുക എന്നതാണ് എന്റെ ജോലി. ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കുറച്ച് പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ പരിപാലിക്കുന്നു. അതിലൂടെ അവർക്ക് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ കഴിയും. ജീവനക്കാർ സന്തുഷ്ടരായാൽ രാജ്യം അഭിവൃദ്ധിപ്പെടും. ഞാൻ മാലാ വിശ്വകർമ്മ, ക്വാളിറ്റി വിഭാഗത്തിൽ നിന്ന്. ഗുണനിലവാരമുള്ള യന്ത്രത്തിൽ നിന്നാണ് ഗുണനിലവാരമുള്ള പ്രകടനം ഉരുത്തിരിയുന്നത് എന്നാണ് എന്റെ ചിന്ത. അതിനാൽ ഓരോ യന്ത്രത്തിന്റെയും ഗുണനിലവാരം പരിശോധിക്കുക എന്നതാണ് പ്രധാന കാര്യം. അതുവഴി അത് നന്നായി പ്രവർത്തിക്കുകയും കൃത്യസമയത്ത് പ്രോജക്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. വിജയിക്കുന്ന ഓരോ പ്രോജക്റ്റും രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് സംഭാവന ചെയ്യുന്നു. ഉദ്ദേശശുദ്ധിയാണ് ഒരു രാജ്യത്തെ അത് എന്താണ് എന്ന് ആക്കുന്നത്. ഉദ്ദേശം കടമയായി മാറുമ്പോൾ രാഷ്ട്രം കെട്ടിപ്പടുക്കപ്പെടുക മാത്രമല്ല, പുരോഗമിക്കുകയും ചെയ്യുന്നു. ടാറ്റ ഹിറ്റാച്ചി, വരൂ രാജ്യം പടുത്തുയർത്താം.